നമസ്കാരം. വി എസിനൊപ്പം ഒരു സമരം ചെയ്യാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതൊരു വെറും സമരമായിരുന്നില്ല. ആ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. 2003 അത്. വിദ്യാഭ്യാസ രംഗത്തെ വിവിധ പ്രശ്നങ്ങൾ ഉയർത്തി കേരളത്തിലെ മുഴുവൻ കോളേജുകളിലെയും SFI യൂണിയൻ ഭാരവാഹികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരത്തിനെത്തി. അന്ന് ഞാൻ പഠിച്ചിരുന്നത് പെരിങ്ങമല ഇക്ബാൽ കോളേജിലായിരുന്നു. അവിടെ യൂണിയൻ ഭാരവാഹിയായിരുന്നു. അങ്ങനെയാണ് ഞാനും സമരത്തിലേക്ക് വന്നത്. 24 മണിക്കൂർ ഉപവാസ സമരമാണ് സംഘടിപ്പിക്കപ്പെട്ടത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പന്തൽ കെട്ടാനാകില്ല എന്നുള്ള കർശന നിലപാടിലായിരുന്നു പോലീസ്. കേരളത്തിൽ ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് വരുന്നതുമായി ബന്ധപ്പെട്ട് AK ആന്റണി സർക്കാരിന്റെ ഭരണപരിഷ്കാരമായിരുന്നു ആ നടപടി. അവിടെ ഉണ്ടായിരുന്ന സമരപന്തലുകളെല്ലാം 2 ദിവസം മുമ്പ് പോലീസ് പൊളിച്ചു നീക്കിയിരുന്നു. അങ്ങനെ പോലീസിന്റെ എതിർപ്പ് കാരണം സമരപന്തൽ കെട്ടാതെയായിരുന്നു ഉപവാസ സമരം തുടങ്ങിയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ കനത്ത മഴയായി. വീണ്ടും പന്തൽ കെട്ടാൻ SFI പ്രവർത്തകർ ശ്രമിച്ചു. പോലീസ് വീണ്ടും തടഞ്ഞു. ഒരു സംഘർഷ സാഹചര്യം അവിടെ ഉടലെടുത്തു. എന്തു വന്നാലും സമരപന്തൽ കെട്ടാനാകില്ല എന്നുള്ള നിലപാടിലായിരുന്നു പോലീസ്. വൈകുന്നേരം 4 മണിയോടെ സമരം ഉദ്ഘാടനം ചെയ്തത് VS ആയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയിരുന്നു. ഇതിനിടയ്ക്ക് SFI സംസ്ഥാന ഭാരവാഹിയായിരുന്ന സിന്ധു ജോയിയെ ചില പുരുഷ പോലീസുകാർ പിടിച്ചു തള്ളി. ഇതോടെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന ഒരു സ്ഥിതി അവിടെ വന്നു. വിദ്യാർത്ഥികൾ സംഘടിച്ചു. അപ്പോഴതാ ഉദ്ഘാടനം ചെയ്തു പോയ VS തിരിച്ചു വരുന്നു. അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷണറുമായിട്ട് വന്നിട്ട് ചർച്ച നടത്തി. പന്തൽ അനുവദിക്കാൻ കഴിയില്ല എന്ന് കമ്മീഷണർ രാജൻ സിംഗ് ആവർത്തിച്ചു. ഇതോടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് VSന്റെ നീക്കം. അദ്ദേഹം സമര നായകനായി. വിദ്യാർത്ഥി സമരം അനുവദിക്കാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ഞാനും വിദ്യാർത്ഥികൾക്കൊപ്പം ഉപവാസമിരിക്കുന്നു എന്നുള്ള ഒരു ഒറ്റ പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. VSന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറും സംഘവും ഞെട്ടി. സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവാണ് ഉപവാസ സമരം ഇരിക്കാൻ പോകുന്നത്. എന്ത് ചെയ്യണമെന്ന് പോലീസ് അന്തിച്ചു നിൽക്കെ വിദ്യാർത്ഥികളുടെ ആവേശ മുദ്രാവാക്യങ്ങൾ നിറഞ്ഞ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വളരെ തന്ത്രപൂർവ്വം സമരപന്തൽ ഉയർന്നു. ചാറ്റൽ മഴയിൽ ഇരുന്ന VSനെ സംരക്ഷിക്കാൻ, ഒരു കസേരയിലാണ് അദ്ദേഹം ഇരുന്നത്, ആ VSനെ സംരക്ഷിക്കാൻ വിദ്യാർത്ഥികൾ ടാർപ്പാളിൻ അദ്ദേഹത്തിന്റെ മുകളിൽ പിടിച്ചു. പിന്നീട് അത് അടുത്തുള്ള തൂണിൽ കെട്ടി. അത് പിന്നീട് സമരപന്തലായി മാറി. VS ഇരിക്കുന്നത് കൊണ്ട് പോലീസുകാർക്ക് ഈ സമരപന്തൽ കെട്ടുന്നത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. സമരത്തിന്റെ രൂപം മാറും ഭാവം മാറും എന്ന ഒരുപാട് വട്ടം വിളിച്ച മുദ്രാവാക്യം കൺമുന്നിൽ യാഥാർത്ഥ്യമാവുകയായിരുന്നു. വിദ്യാർത്ഥി സമരം VSന്റെ നേതൃത്വത്തിലുള്ള സമരമായി. വിദ്യാർത്ഥികൾക്ക് പുറമെ യുവാക്കളും കർഷകരും തൊഴിലാളികളും സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഉൾപ്പെടെ ഇടതുപക്ഷ പ്രവർത്തകരെല്ലാം അക്ഷരാർത്ഥത്തിൽ തലസ്ഥാനമാകെ എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ സമരപന്തലിന് മുന്നിലേക്ക് ഒഴുകിയെത്തി. സമരവും പന്തലും പറ്റില്ല എന്ന് പറഞ്ഞ പോലീസ് തന്നെ സമരപന്തലിൽ ഇരുന്ന VSനും യൂണിയൻ ഭാരവാഹികളായ വിദ്യാർത്ഥികൾക്കും കാവൽ നിന്നു. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ VS വിഷമിറക്കിച്ചു. അധികം അന്ന് ഇല്ലാതിരുന്ന മാധ്യമങ്ങൾ VSന്റെ ബൈറ്റ് എടുക്കാൻ വന്നു. VS വിദ്യാർത്ഥി പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിക്കുന്നത് കേട്ടു. ഞങ്ങൾക്ക് ആവേശം കാരണം ഉറങ്ങാൻ പറ്റാത്ത രാത്രിയായിരുന്നു അത്. തൊട്ടുമുന്നിൽ അതാ VS അച്യുതാനന്ദൻ ഇരിക്കുന്നു. സമരപന്തലിന് പുറത്ത് സമര സംഘടനാ പ്രവർത്തകരുമുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ തണുപ്പ് അകറ്റാനുള്ള വസ്ത്രങ്ങളും തൊപ്പിയും ഒക്കെ ധരിച്ച് VS സെക്രട്ടേറിയറ്റിന്റെ നടയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം ഉറങ്ങി. പിറ്റേന്ന് രാവിലെ അടുത്തുള്ള ഹോട്ടലിൽ പോയി ഫ്രഷായി അദ്ദേഹം തിരിച്ചെത്തി. വൈകുന്നേരം വരെ സമരപന്തലിൽ ആവേശമായി VS അച്യുതാനന്ദൻ തുടർന്നു. വിദ്യാർത്ഥി സമരമായി അവസാനിക്കേണ്ട ഒരു സമരം കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ട സമരമായി മാറിയതിന്റെ ജാള്യതയുമായി സിറ്റി പോലീസ് കമ്മീഷണർ ഇടയ്ക്ക് വന്ന് VSനെ നോക്കിപ്പോകുന്നത് കാണാമായിരുന്നു. വൈകിട്ട് EK നായനാരാണ് VSന് നാരങ്ങാ നീര് നൽകി ഉപവാസ സമരം അവസാനിപ്പിച്ചത്. വല്ലാത്തൊരു അനുഭവത്തിലൂടെയാണ് അവിടെ ഉണ്ടായിരുന്ന ഞങ്ങൾ വിദ്യാർത്ഥികളെല്ലാം കടന്നുപോയത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തൻ്റെ പദവി പോലും സമര പോരാട്ടത്തിന്റെ വിജയത്തിന് ഉപയോഗിച്ച VSനെയാണ് അവിടെ കണ്ടത്. സമരങ്ങൾ VSനെ ആവേശത്തിലാക്കുന്നത് എങ്ങനെയെന്നും അന്ന് കണ്ടറിഞ്ഞു. VS എന്ന കുറിയ മനുഷ്യന്, ഉയർന്ന കമ്മ്യൂണിസ്റ്റിന് സ്ഥാനമാനങ്ങളെല്ലാം സമരത്തിനുള്ള വഴി മാത്രമായിരുന്നു എന്ന് പിന്നെയും അദ്ദേഹം തെളിയിച്ചു. ഈ സമരത്തിന് VSന് പിന്നിൽ സമര ചൂടിലിരിക്കുന്ന ഞാനും കൂടിയുള്ള ഒരു ക്ലിയർ ഉള്ള ചിത്രം ചില പത്രങ്ങളിൽ അച്ചടിച്ചു വന്നിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് മിസ്സായിപ്പോയി. ആ സമരച്ചൂടിന്റെ ഓർമ്മ ചിത്രത്തിന്റെ നഷ്ടപ്പെടൽ വല്ലാത്ത വേദന തന്നെയാണ്. പക്ഷേ VS എന്ന വികാരവും ആ സമരരാത്രിയും ഒരിക്കലും മറക്കില്ല. പോരാട്ടങ്ങൾ അവസാനിപ്പിച്ച് VS മടങ്ങുമ്പോൾ സമരം തന്നെ ജീവിതമാക്കിയ മനുഷ്യൻ വീണ്ടും വീണ്ടും ഉയർന്ന മുഷ്ടിയുമായി കൺമുന്നിൽ തന്നെയുണ്ട്. 1000 ആവേശമായി. ഒരേ ഒരു VSന് വിട.